നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ജ്യോതിഷത്തിന് വലിയ തോതിലുള്ള പ്രാധാന്യം തന്നെയാണ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത്. ഏതൊരു വ്യക്തി, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവരുടെ ജനനം തൊട്ട് ആ വ്യക്തിയുടെ മരണം വരെയുള്ള കാര്യങ്ങൾ ജ്യോതിഷപ്രകാരം നിർണയിക്കാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ജനന സമയം, ജന്മനക്ഷത്രം, ഗ്രഹനില, രാശിക്കൂറ് എന്നിവ അനുസരിച്ച് നിർണയിക്കുന്ന ഈ ജാതകം വഴിയാണ് ഒരു വ്യക്തിയുടേതായ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാനായി സാധ്യമാകുന്നത്. അങ്ങനെ ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ശാഖയായിട്ട് വരും ഈ ജാതകം എന്ന് പറയുന്നത്. ചില ആളുകൾ ജാതകത്തിൽ വിശ്വസിക്കുന്നില്ല, എന്നാൽ പോലും ഇവിടെ പറയേണ്ട കാര്യം ജാതകം, ജ്യോതിഷം, അത്ഭുതങ്ങൾ, സത്യങ്ങൾ ഇതൊക്കെയും വിശ്വസിക്കേണ്ട കാര്യങ്ങൾ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഇവിടെ ഗ്രഹങ്ങൾ, രാശികൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങളുടെ രാശിമാറ്റം, നക്ഷത്ര പരിവർത്തനം എന്നിവയ്ക്ക് ഒരു മനുഷ്യന്റെ ജീവിത പാന്താവിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു നൽകേണ്ടതുണ്ട്. എല്ലാ ഗ്രഹങ്ങളും നമുക്കറിയാവുന്നതാണ്, നിശ്ചിത സമയത്ത് രാശിമാറ്റം നടത്താറുണ്ട്, നക്ഷത്രമാറ്റങ്ങളൊക്കെ നടത്താറുണ്ട്. അതായത് സഞ്ചാരം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രക്രിയയെ ഗ്രഹസംക്രമണം എന്ന് ജ്യോതിഷത്തിൽ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെയും അങ്ങനെയുള്ള ഗ്രഹസംക്രമണങ്ങളാണ് നടക്കാൻ പോകുന്നത്. ഈ ഒരു ഗ്രഹസംക്രമണം നിമിത്തം എല്ലാ വ്യക്തികളെയും ഇത് ബാധിച്ചു കടന്നു പോകുന്നതാണ്. എല്ലാ വ്യക്തികൾ എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾക്ക്, അതായത് ചില നക്ഷത്രക്കാർക്ക് ഇത് ഗുണകരമായ രീതിയിലാവുമ്പോൾ മറ്റു ചിലർക്ക് അത് വ്യത്യസ്തമായ ഗുണാനുഭവങ്ങളെ അല്ലെങ്കിൽ അല്പദോഷകരമായ സമയങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട്. ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം നൽകായ ഗുണങ്ങൾ ഏറ്റവും വലിയ മെച്ചപ്പെട്ട നേട്ടങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രഹസംക്രമണം നടക്കുമ്പോൾ എനിക്ക് കിട്ടിയ മാറ്റം പോലെ അല്ല വേറൊരു നക്ഷത്രക്കാരന് കിട്ടിയത് എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ രീതിയിലുള്ള ഗുണാനുഭവങ്ങളായിരിക്കും വന്നു ചേരുന്നത്. അപ്പോൾ രാശികൾ 12 എണ്ണവും നക്ഷത്രങ്ങൾ 27 എണ്ണവുമാണുള്ളത്. എല്ലാവർക്കും ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു എന്നിങ്ങനെ നവഗ്രഹങ്ങളാണുള്ളത്. അപ്പോൾ ഇവരെ പ്രീതിപ്പെടുത്തിയാൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളെ ദർശനം നടത്താനായിട്ട് എവരും ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. ഇവയിൽ ആദ്യത്തെ 7 ഗ്രഹങ്ങൾ ഭൗതികമായിട്ട് നിലവിലുള്ളവയാണ്. കൂടാതെ രാഹു, കേതു ജ്യോതിഷപരമായിട്ടുള്ള സങ്കല്പങ്ങളാണ്, ഛായാഗ്രഹങ്ങളാണ് അല്ലെങ്കിൽ നിഴൽ ഗ്രഹങ്ങളാണ് എന്നതാണ് വിശ്വാസം. പിന്നെ 12 രാശികളുണ്ട്. അതേപോലെ തന്നെ 27 നക്ഷത്രങ്ങൾ. ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഗ്രഹങ്ങളിലും രാശികളിലും നക്ഷത്രങ്ങളിലും ഇങ്ങനെ ഓരോ സമയം കൂടുന്തോറും സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതൊന്നും നമ്മൾ കൂടുതലായി അറിയുന്നില്ല എന്നത് മാത്രം. അപ്പോൾ ഇവിടെ ഗ്രഹസംക്രമണം സമയത്ത് ഒരേ രാശിയിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ സംക്രമിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ പോലും പല സമയങ്ങളിലും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ഈ സമയത്താണ് രാജയോഗങ്ങൾ രൂപം കൊള്ളുന്നത്. ഇത്തരത്തിൽ അതീവ പ്രാധാന്യമുള്ള ഒരു യോഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ഗജകേസരി യോഗം എന്ന് പറയുന്നത്. അതായത് വ്യാഴത്തിന്റെയും ചന്ദ്രന്റെയും സംഗമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ മാർച്ച് 28-ന് വ്യാഴം മിഥുനം രാശിയിൽ തന്നെ തുടരുകയും മനസ്സിന്റെ കാരകത്വം വഹിക്കുന്നതായ ഗ്രഹമാരാണ് ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കാൻ എൻട്രി ചെയ്യാനായി പോവുകയും ചെയ്യുന്നുണ്ട്. അതുവഴി ഗജകേസരി രാജയോഗമായിരിക്കും രൂപം കൊള്ളുന്നത്. ഏകദേശം ഒരു 54 മണിക്കൂറുകളോളമായിരിക്കും ഈ ഗജകേസരി യോഗത്തിന്റെ നിലനിൽപ്പും ഉണ്ടാകുന്നത്. അധിക ദൈർഘ്യമൊന്നുമില്ല, ഒരു 54 മണിക്കൂറുകളോളം മാത്രമായിരിക്കും ഇതിന്റെ ദൈർഘ്യം നിലനിൽക്കുന്നത്. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ 2.5 ദിവസം മാത്രമാണ് ഒരു രാശിയിൽ നിൽക്കൂ എന്നതാണ് ഇതിന്റെ 54 മണിക്കൂറുകൾ എന്ന ദൈർഘ്യത്തിലെ അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ കാലയളവിലേക്ക് ഇത് വരാനുള്ള കാരണം. ജ്യോതിഷപ്രകാരം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ചന്ദ്രനാണ്. എന്നാൽ വ്യാഴത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒരു രാശിയിൽ 1 വർഷം വരെ വ്യാഴം നിലനിൽക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഇവിടെ 28-ാം തീയതി മുതൽ ഗജകേസരി യോഗം രൂപം കൊള്ളുന്നത് എന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. ഇതിൽ ആദ്യത്തെ രാശി മിഥുനം രാശിയാണ്. അതായത് മകീരം, തിരുവാതിര, പുണർദം വരുന്ന മിഥുനം രാശിയിലെ ആളുകൾക്ക് വ്യാഴ ചന്ദ്ര സംഗമം വഴി രൂപപ്പെടുന്ന ഗജകേസരി യോഗം ഏറെ ഗുണമായിരിക്കും 28-ാം തീയതി മുതൽ ചെയ്യാൻ പോകുന്നത്. എന്തെന്നാൽ
ഈ രാശിക്കാരുടെ ലഗ്നഭാവത്തിലായിരിക്കും ഗജകേസരി യോഗത്തിന്റെ രൂപീകരണം സംഭവിക്കുന്നത്. അതിനാൽ തന്നെ അനുകൂലമായ നിരവധി കാര്യങ്ങൾ സംഭവിക്കും. ഒരുപാട് ദൈർഘ്യമില്ല, 54 മണിക്കൂറുകളേ ഉള്ളൂ എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഭാഗ്യകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട എന്ന് മനസ്സിലാക്കുക. ലോട്ടറി ആണെങ്കിൽ പോലും ചിലപ്പോൾ നിമിഷ നേരം കൊണ്ടായിരിക്കും. അതുവരെ ഒരു ലോട്ടറി പോലും എടുത്താൽ 10 പൈസ കിട്ടാത്ത നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് ഇവിടെ ഭാഗ്യം വന്നു ചേരാനായി സാധ്യത കൂടുതലാണ്. കർമ്മമേഖലയിൽ ഉയർച്ചയുണ്ടാകും. ജോലിക്ക് ശ്രമിച്ചിട്ട് പല രീതിയിൽ തടസ്സങ്ങൾ നേരിടുന്ന ആളുകളുണ്ട്. അതായത് ചില ആളുകൾ കോൾ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, പോകാൻ ആഗ്രഹവുമുണ്ട്, പക്ഷേ എല്ലാ ആപ്ലിക്കേഷനും അയച്ച് കാത്തിരിക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളും മടിയും വന്ന് ജോലിക്ക് പോകാനുള്ള ഒരു മനസ്സങ്ങ് നഷ്ടപ്പെടുന്നുവെന്ന്. അപ്പോൾ അങ്ങനെയുള്ള മിഥുനം രാശിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാറ്റം വന്നു ചേരുന്നതാണ്. അതുവരെ നിങ്ങളെ വിളിക്കാതിരുന്ന ജോലിയുടെ എന്തെങ്കിലും നല്ല കോളുകളൊക്കെ വരാനും അല്ലെങ്കിൽ ശുഭവാർത്താ ശ്രവണത്തിന് വരെയുള്ള യോഗം വന്നു ചേരും. സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും വന്നു ചേരുന്നതിനും നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ആത്മവിശ്വാസം ഉണ്ടാകുന്നതാണ്. പല കാര്യങ്ങൾക്കും നമുക്കൊരു ആത്മവിശ്വാസക്കുറവ് മൂലമാണ് അത് പറഞ്ഞാൽ ശരിയാണോ തെറ്റാകുമോ എന്നൊക്കെ ചിന്തകൾ നിമിത്തമാണ് ഒരു ഉൾവലിച്ചിൽ നമുക്കുണ്ടാകുന്നത്. എന്നാൽ ഇവിടെ അതൊക്കെ മാറുന്നതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പരിപൂർണമായ വിജയത്തിൽ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് സാരം. മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്കും ഇവിടെ വ്യാഴ ചന്ദ്ര സംഗമം വഴി രൂപം കൊള്ളുന്നതായ ഗജകേസരി യോഗം അനുകൂല ഫലങ്ങളെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. ഏറെ നാളുകൾക്ക് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ പണമായിട്ടാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള ചില വസ്തുക്കളാകാം, അതല്ലെങ്കിൽ ചില ബന്ധങ്ങൾ തന്നെ. അതായത് നമ്മൾ പറയാറുണ്ട്, വീട്ടിൽ നിന്ന മക്കളാണ് പിണങ്ങി ഇറങ്ങിപ്പോയി തിരിച്ചു വന്നിട്ടില്ല, അവരെ വിളിക്കാൻ ശ്രമിച്ചിട്ട് അവർ വരുന്നില്ല എന്ന്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതൊക്കെ മാറി നിങ്ങളിലേക്ക് അവർ അന്നയത്തോടു കൂടി എത്താനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നോക്കുമ്പോഴും ഏറെ ആശ്വാസ സൂചകമായ ചില വാർത്താ ശ്രവണത്തിനുള്ള യോഗവുമുണ്ട്. ആസ്തികൾ വർദ്ധിക്കുമെന്നതാണ്. നിലവിലെ കടങ്ങളൊക്കെ മാറ്റാനും അതുവഴി നിങ്ങൾക്ക് സമാധാനം വന്നു ചേരാനും ആസ്തി വർദ്ധിക്കാനും ഒക്കെ സാധ്യതയും കാണുന്നുണ്ട്. സന്തോഷകരമായ പല കാര്യങ്ങളും നടക്കും. നിങ്ങൾക്ക് ഇപ്പോൾ സന്തോഷം തരുന്ന എന്തൊക്കെയാണ്? കടങ്ങൾ വീട്ടാൻ സാധിക്കണം, കുടുംബത്തോടൊപ്പം സന്തോഷമായി അടിവക്കാണം, വഴക്കൊന്നും ഇല്ലാതെ കഴിയണമെന്നല്ലേ? അതിനുള്ള സാധ്യതയും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. സമയം അനുകൂലമായാൽ മാത്രമേ എന്തൊക്കെ ചെയ്താലും അനുകൂലമാവുകയുള്ളൂ. അല്ലാതെ പക്ഷം ഇതൊന്നും അനുകൂലമാവുകയില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടവിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതിനെല്ലാം പ്രധാന കാരണം എന്താണ്? സമയത്തിന്റെ ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം എന്നോണം സമയം അനുകൂലമായി നിങ്ങൾക്ക് വന്നു ചേരുകയാണ്. ആ വന്നു ചേരുന്ന സമയത്തെ പൂർണ്ണമായി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അത് എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഭാഗ്യം വരുന്നില്ല. 2 രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് മാത്രമാണ്, 6 നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ ഒരു ഭാഗ്യം വന്നു ചേരുന്നത് എന്നും മനസ്സിലാക്കുക. അപ്പോൾ മഹാഭാഗ്യശാലികൾ എന്ന ഗണത്തിലേക്ക് തന്നെയാണ് നിങ്ങളെയും കൂട്ടേണ്ടതായിട്ടുള്ളത്. അപ്പോൾ 28-ാം തീയതി നിങ്ങളൊന്ന് കാത്തിരുന്നോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയമായിരിക്കും. മാറ്റങ്ങൾ വന്നു ചേരും. വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക.